ഈ സാമ്പത്തിക മേഖല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കർത്താവിൻ്റെ പഠിപ്പീരുകൾ പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഉപമകളെക്കുറിച്ച് പറയുന്ന കർത്താവ് പറഞ്ഞ ഉപമകളിലെ 1/3 ഉപമകൾ സമ്പത്തിനെക്കുറിച്ചുള്ളതാണ്. സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർത്താവിൻ്റെ 1/3 ഉപമകൾ. ധനവാനായ മനുഷ്യന് കൃഷിയിടമൊക്കെ വളഞ്ഞു, അങ്ങനെ സമ്പത്തിൻ്റെ മാനേജ്മെൻറ്റാണ്. ധൂർത്തപുത്രൻ്റെ പ്രശ്നം എന്താണ്? എന്താ ചെയ്തത്? അവൻ സമ്പത്തൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ രാജാവ് തൻ്റെ പോകുമ്പോൾ താലന്തുകൾ കൊടുത്തിട്ട് പോകുന്നു, അത് ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ സമ്പത്ത് കർത്താവിൻ്റെ ടീച്ചിങ്സിലും ഉപമകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ ലോകത്തിലെ വസ്തുവകകൾ സംബന്ധിച്ചുള്ളതാണ് സാമ്പത്തിക ചിന്തകൾ. അപ്പോൾ അവിടെ നിത്യതയിൽ അതിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നിത്യതയിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഭയുടെ ലീഡർഷിപ്പിൻ്റെ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് സമ്പത്തിനെക്കുറിച്ച് നല്ല ദൈവവചനപ്രകാരമുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സഭയിലുള്ള ആളുകൾ കർത്താവിന് സമ്പത്തിനോടുള്ള അതേ മനോഭാവം സൃഷ്ടിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരാളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും അവൻ്റെ വിശ്വാസത്തിൻ്റെ ബലവും ഒക്കെ വെളിപ്പെടുത്തുന്ന വലിയ ഒരു അളവുകോലാണ് സമ്പത്തെന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയൊക്കെ സമ്പത്തിനോടുള്ള നമ്മളുടെ മനോഭാവം റിവീൽ ചെയ്യും, അത് പുറത്തു കൊണ്ടുവരും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ വളരെ രസകരമായൊരു കാര്യം നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് വരുന്ന എല്ലാ ആളുകളിലും തുടർച്ചയായിട്ട് കാണുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. 5 കൂട്ടരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അവർക്ക് എന്താ പ്രശ്നം എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഇവർ കർത്താവുമായിട്ട് ഒരു സംഗമത്തിലേക്ക് വരുമ്പോൾ അവർ സമ്പത്തുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ചാണ്, ഒരു വ്യത്യാസമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവുമായിട്ട് സംഗമിക്കുന്ന എല്ലാ വ്യക്തികളും സമ്പത്തുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഞാനൊരു 4-5 ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം. മത്തായിയുടെ സുവിശേഷം 4:18 മുതൽ 22 വരെ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം കൂടെ വായിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 4:18 മുതൽ 22 വരെ വായിച്ചാൽ അവിടെ കർത്താവ് അങ്ങനെ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും സന്ധിക്കുന്ന ഭാഗമാണ്. അവിടെ അങ്ങനെ കർത്താവ് അങ്ങനെ അവരുമായിട്ടൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് അന്ത്രയോസും വള്ളവും വലയുമൊക്കെ വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നതാണ്. കർത്താവ് അങ്ങനെ പിന്നെ ഗലീലക്കടലിൽ അവരെ കണ്ടു, അവർ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവെന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. തുടർന്ന് നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ വിശേഷത്തിൽ 5:27-28 വരെ നമ്മൾ വായിച്ചാൽ അവിടെ കർത്താവ് യാക്കോബിനെയും യോഹന്നാനെയും കാണുകയാണ്. അവർ ലൂക്കോസിൻ്റെ 5:27-28 വലയും പടവും അപ്പനെയും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 9:9 വായിച്ചാൽ മത്തായി എന്ന് പേരുള്ള ഒരുവൻ ചുങ്കസ്ഥലത്തിരുന്നു. കർത്താവ് അവനോട് മത്തായി എൻ്റെ പിന്നാലെ വരാൻ. മത്തായി എന്ത് ചെയ്തു? പണിയും വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി. ഇനിയും അത് മത്തായി 9:9 ഇനി ലൂക്കോസ് 19:1 നമ്മൾ വായിച്ചാൽ സക്കായി എന്നൊരു മനുഷ്യനെ കർത്താവ് കണ്ടു. അവനെന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിൽ നിന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? കർത്താവേ, എൻ്റെ സമ്പത്ത് പാതി ദരിദ്രർ കൊടുക്കുന്നു. ഇനി അതുകൊണ്ട് തീർന്നിട്ടില്ല എങ്കിൽ ഞാൻ വാങ്ങിച്ചവർക്കെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. പാതി സമ്പത്തും അങ്ങ് തിരിച്ചു കൊടുക്കുന്നു.
പിന്നെ ഓരോരോ വ്യക്തികളാണ്, കർത്താവിനെയാണല്ലോ നേരിട്ട് കാണുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പം നമുക്ക് പിടിച്ചൊക്കെ നിൽക്കാം. എന്നാൽ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ പിന്നെ അപ്പസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ. ഇവിടെ കർത്താവ് ഭരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയി. 2-ാം അധ്യായത്തിൻ്റെ അപ്പസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 45 നമ്മളെപ്പോലെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ സഭയിലെ അംഗങ്ങളാണ്. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 2-ന്റെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വേദഭാഗങ്ങളാണ്. 45 നമ്മൾ വായിക്കുന്നത് അവർ എന്ത് സംഭവിച്ചു? അവരുടെ സമ്പത്ത് വിറ്റ് സകലവും പൊതുവകയെന്നെണ്ണി ജന്മഭൂമികളും വസ്തുവകളും വിറ്റ് അവനവൻ ആവശ്യമുള്ളവരെല്ലാവർക്കും പങ്കിട്ടു. ഇനി അത് അവിടെ നിന്നില്ല. 4-ന്റെ 34 വരികയാണെങ്കിൽ നമ്മൾ കാണുന്നത് 4-ന്റെ 34 നമ്മൾ കാണുന്നത് എന്താ കാണുന്നത്? ഒട്ടുള്ളവർ ആരും നിലങ്ങളെയും വീടുകളെയും വീട് ഉടമസ്ഥന്മാരൊക്കെ അവർ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയാണ്. അതിനൊരു ന്യായീകരണമുണ്ട്. പെന്തക്കോസ്തിൻ്റെ ഒരു ലഹരിയിലാണ് അല്ലേ? പെന്തക്കോസ്തിൻ്റെ ഒരു ലഹരിയാണ്, ഒരു തുടക്കമാണല്ലോ. എന്നാൽ നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം വായിച്ചാൽ മക്കെദോന്യക്കാർ കർത്താവിന് കൊടുത്തത് എങ്ങനെയാണ്? അവരുടെ മഹാദാരിദ്ര്യം ധാരാളം ഔദാര്യം കാണിക്കാനായിട്ട് ഇടയായി തീർന്നുവെന്ന് നമ്മൾക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആ പെന്തക്കോസ്തിൻ്റെ ലഹരിയിലാണെന്ന് നമുക്ക് ന്യായീകരിക്കാനായിട്ട് ഞാനതങ്ങനെ ശ്രമിച്ചു കേട്ടോ ആദ്യം. പക്ഷേ കുറച്ച് നേരത്തെ എനിക്കത് സാധിക്കാതെ 2 കാണുന്ന സഹോദരന്മാരെ, മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് കഷ്ടം എന്ന കഠിനശോധനയായിട്ട് അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യങ്ങൾ കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. അവർ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് വിശദീകരിക്കാൻ പറ്റുക? ഞാനതൊരു പ്രാഥമികമായി നമ്മളൊരു സാമ്പത്തിക ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ സംഭവിച്ച കോമൺ ഫാക്ടർ എന്താണ്? ഇവർക്കെല്ലാം ഉള്ള കോമൺ ഫാക്ടർ എന്താണ്? അവർ കർത്താവുമായിട്ട് സന്ധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പം നിങ്ങൾ ഇതൊരു മാജിക് ആണെന്ന് വേണേൽ പറയാം. മത്തായിലൊക്കെ സംഭവിച്ചത്, മത്തായി 4-ന്റെ 18 മാജിക്കൊന്നും അല്ല കേട്ടോ. കർത്താവ് വന്ന് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവർ വള്ളവും വലയും വിട്ടത്? മത്തായിയിൽ തന്നെ ഞാൻ വായിക്കാത്ത 23 പറഞ്ഞ് അവിടെ തന്നെ യോഹന്നാൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അറിയത്തില്ലാത്തൊരു മനുഷ്യൻ വന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു അത്ഭുതമൊന്നുമില്ല അവിടെ. അതിനു മുമ്പ് വേറെ അത്ഭുതം നടന്നിരുന്നതാണ്. നിങ്ങൾക്ക് യോഹന്നാൻ്റെ സുവിശേഷം പരിചയമുണ്ടല്ലോ. അവിടെ ഇവരൊക്കെ യെരുശലേമിൽ വെച്ച് കർത്താവിനെ കണ്ട ആളുകളാണ്, കർത്താവിനെ വിശ്വസിച്ച ആളുകളാണ്. അതല്ല അന്ത്രയോസ്, പിന്നെ യാക്കോബ്, പിന്നെ അന്ത്രയോസൊക്കെ അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ യോഹന്നാൻ വരുന്നു, യാക്കോബ് വരുന്നു, പിന്നെ പരിചയമുള്ള. അപ്പോൾ ഇവരൊക്കെ യെരുശലേമിൽ വെച്ച് അപ്പസ്തല പ്രവൃത്തി യോഹന്നാന്റെ വിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിനെ കണ്ട് രക്ഷിക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ വരികയാണ്. അപ്പോൾ കർത്താവ് അല്ലാണ്ട് മാജിക്കൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുകയല്ലേ? ഒരു മനുഷ്യൻ മടവ് പോലിക്കൊണ്ട് ഒരു മനുഷ്യൻ പരിചയമില്ലാത്ത ഒരാൾ ഒന്ന് വരാൻ പറഞ്ഞപ്പോൾ അങ്ങനത്തെ മാജിക്കൊന്നുമില്ല. അതൊക്കെ അവരുടെ തീരുമാനത്തിൻ്റെ ഫലമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് സന്ധിച്ച ആളുകൾക്കെല്ലാം സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് മത്തായിയുടെ വിശേഷം 6-ന്റെ 24 ഒരു കാര്യം പറയുന്നതാണ് പറഞ്ഞത്. ഒരാൾക്കും 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കില്ല. മത്തായിയുടെ വിശേഷം 6-ന്റെ 24. അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് അറിയാം. ഇവിടെ എല്ലാം സംഭവിച്ചതെന്താണെന്ന് നിങ്ങൾക്കറിയാം? യജമാനൻ മാറിയതാണ്. അവരുടെ യഥാർത്ഥമായിട്ട് അവരുടെ യജമാനനെ മാറിയതാണ്. ഇതുവരെയും അവരെ യജമാനനായി നിന്നത് പണമാണെങ്കിൽ ഇപ്പോൾ അവർ ആ ബന്ധത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള പൊളിച്ചെഴുത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ കാര്യം എടുത്താൽ നമ്മളുടെ സാധാരണ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ അവിടെയൊക്കെ വടക്കോട്ടൊക്കെ കണ്ടിട്ടുള്ളത് ഇത് ഈ 2 യജമാനന്മാരെയും കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു ശ്രമത്തിൽ ബാലൻസ് ചെയ്യുന്ന ആളെ ഞാൻ പലപ്പോഴും പൊതുവെ കണ്ടിട്ടുള്ളത്. വിശ്വാസികൾ പലപ്പോഴും ശ്രമിക്കുന്നത് 2 യജമാനന്മാരെയും കൂടെ കൊണ്ടു നടക്കാനായിട്ടാണ്. അപ്പോൾ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം നമ്മളുടെ ഹൃദയത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു പരിശോധന നടത്തി നാം ഈ മേഖലയിൽ യജമാനനെ മാറുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിജയിക്കുവാനായിട്ട് പോകുന്നില്ല. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ ഈ ഒരു മാറ്റം നടന്നേ തീരൂ. അല്ലെങ്കിൽ നമ്മളൊരു ഞായറാഴ്ച ഭക്തനായിട്ട് തീരും. നമ്മളുടെ ജീവിതത്തിൽ ആഴ്ചയിലെ 6 ദിവസങ്ങളിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന യജമാനൻ പണവുമായിരിക്കാം. അതിനുശേഷം നമ്മൾ ഒരു ദിവസം കർത്താവിനെ കുറേ സമയം ഇങ്ങനെ ആരാധിക്കുന്നതല്ലാതെ നമ്മളിൽ യാതൊരു വ്യത്യാസവും വരില്ല. നമ്മൾ ശുശ്രൂഷിക്കുന്ന വിശ്വാസികളിലും വ്യത്യാസം വരില്ല. അപ്പോൾ വിശ്വാസികളിൽ നമ്മൾക്ക് അവരുടെ കൊടുക്കലിനെയും അവരെയൊക്കെ നമ്മൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഉത്തരവാദിത്വമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൊടുക്കലിനെ ദൈവവചന പ്രകാരം ക്രമീകരിക്കണം. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ധനത്തോടുള്ള പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വേർപാട് കർത്താവിൻ്റെ അടുക്കൽ, കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് മാത്രം എന്നുള്ളൊരു നിലപാടിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നേതൃത്വത്തിൽ എനിക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് അത് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിനെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധിക്കുകയില്ല. അത് വിചാരിച്ച് നമുക്ക് പണം വേണ്ട എന്നല്ല ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം. ഈ ഇയ്യോബിൻ്റെ ഉദാഹരണം നിങ്ങൾക്കറിയാമല്ലോ. ഇയ്യോബിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചത്? ഇയ്യോബിൻ്റെ അത്രയും തലമാനായിട്ടുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്കറിയില്ല. വിശ്വാസികളുടെ കൂട്ടത്തിൽ ആരെയും അങ്ങനെ അത്രയും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ കാലത്ത് അത്രയും ബസ് വണ്ടിയും അന്നത്തെ ലോറിയുടെ കാര്യമൊക്കെ പറയുന്നത്, അന്നത്തെ ഒട്ടകവും അതും ഇതൊക്കെ, അന്നത്തെ ലോറി, അന്നത്തെ സമ്പത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആടുംപാടും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്റ്റേറ്റുകളും ഒക്കെ പറയുന്നിട്ട്. അപ്പോൾ അത്ര ഹ്യൂജായിട്ടുള്ള വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥ. അതുപോലെ ഞാൻ അങ്ങാടിക്കിടെ പോകുമ്പോൾ ആളുകൾ എഴുന്നേറ്റേക്കും തോന്നിയാസം കാണിക്കുന്നതിൻ്റെ മുഖം അടിച്ച് ഞാൻ പല നടത്തിയെന്ന് പറയുന്നില്ല അദ്ദേഹം. ഹി വാസ് എ മേയർ. അദ്ദേഹം ജുഡീഷ്യസ് പവറുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഒരു ഏതോ പട്ടണത്തിൻ്റെ അല്ല അടിച്ച് ആളുകളെ ശരിയാക്കാൻ പറ്റുമോ? അപ്പോൾ ശിക്ഷ വിധിക്കാനായിട്ട് അദ്ദേഹം ചെയ്താൽ അദ്ദേഹം ശിക്ഷ വിധിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം പവറും ഒക്കെ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്തങ്ങോട്ട് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവമായിട്ടുള്ള എന്ത് പറ്റി? എല്ലാം പറ്റുമോ? ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്താണ്? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെയും ആടിനെയും കുതിരയെയും അദ്ദേഹത്തിൻ്റെ അധികാരവും എല്ലാം എടുത്തു വെച്ചാൽ അതൊക്കെ എവിടെയായിരുന്നു നിങ്ങൾക്കറിയാമോ? അതൊക്കെ ഹൃദയത്തിൻ്റെ പുറത്തായിരുന്നു. അതൊക്കെയുണ്ട്. അദ്ദേഹം ആടിനെ കിട്ടുന്നതും പശുവിനെ കിട്ടുന്നതും ഹൃദയത്തിൻ്റെ ഉള്ളിലല്ലായിരുന്നു. അതാണ് ഇയ്യോബും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആടെന്ന് പറഞ്ഞാൽ സമ്പത്ത്, നമ്മുടെ ആടും മാടും നമ്മുടെ എല്ലാം കിട്ടുന്ന എവിടെയാണ്? കന്നാലിക്കൂടൊക്കെ എവിടെയാണ്? അതാണ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് മാറ്റിയില്ലേ. ഇപ്പം ദേവാലയം ഏതാണ്? നമ്മുടെ ഹൃദയമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയമാണ്. അവിടെ ആടും മാടും ഒക്കെ ഇരുന്ന് അമറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവ് വന്നാലും നമ്മൾ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ അതാണ് ഇയ്യോബിനെ നിങ്ങൾ ചോദിക്കുക എത്ര ക്ലീനാണ്. ഇയ്യോബിനെ യാതൊരു വിധത്തിലും അത് ബാധിച്ചില്ല. അതൊന്നും എടുത്തിട്ട് ഇയ്യോബും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ബാധിച്ചില്ല. കാരണം അത് തൻ്റെ ഹൃദയത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. അത് ബാഹ്യമായിട്ടിരുന്നാണ് അതിനെ കർത്താവ് മാറ്റിയത്. മാറ്റുമ്പോൾ സന്തോഷമല്ല. വിശ്വപ്പ സന്തോഷമൊന്നുണ്ടോ? സന്തോഷമൊന്നുമില്ല. സന്തോഷമല്ല അദ്ദേഹത്തിന്, പ്രയാസമുണ്ട്. പക്ഷെ അതൊന്നും തൻ്റെ ദൈവബന്ധവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും അതിന് ഇല്ല. നിങ്ങൾ അബ്രഹാമിലേക്ക് നോക്കിയേ. ഊരിൽ നിന്ന് പോരാൻ പറഞ്ഞു പോകുന്നു. അത് തൻ്റെ മകൻ പോലും എവിടെയല്ല, അവിടെ ഇരിക്കാൻ അല്ലേ? അവിടെ നമ്മളല്ലെങ്കിൽ സപ്പത്തിലായിട്ട് നമ്മളെ ആരെ വെക്കും അവിടെ? പിള്ളേരെ അല്ലേ? പിള്ളേരെ തൊട്ടാൽ കളി മാറുമല്ലോ. മകൻ പോലും എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. കൊന്നുകളയാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നു കളഞ്ഞു. പിന്നെ ദൈവം എടുത്ത് കൊല്ലണ്ടാതെ കയ്യെ പിടിച്ചുകൊണ്ട് കാര്യം നടന്നില്ല. അപ്പോൾ ഈ ഒരു റാഡിക്കലായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള വ്യതിയാനം സമ്പത്തിനോടുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് വിശ്വാസികളെ സാമ്പത്തികമായിട്ട് പിന്നെ നമ്മളെങ്ങോട്ടേ നടത്തുന്നത്? നമ്മൾ നടക്കാത്തൊരു വഴിക്കയിലേക്ക് നമുക്ക് വിശ്വാസികളെ നടത്താൻ പറ്റുമോ? നിങ്ങൾ ഈ ഞണ്ടിനെ അറിയത്തില്ലേ? ഞണ്ടിൻ്റെ പ്രശ്നം അറിയാം? ഞണ്ടിനെക്കുറിച്ച് പറയുന്നത് ഞണ്ടിൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മുന്നോട്ട് നടക്കണമെന്നാണ്. മുന്നോട്ട് നടക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതേ പിള്ളേരെല്ലാം വിളിച്ച് എന്നും ട്രെയിനിങ് കൊടുക്കുന്നവർ. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നവർ അദ്ദേഹം ഇങ്ങനെ ആളുകൾ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ച് എല്ലാ ദിവസവും അദ്ദേഹം ക്ലാസ് കൊടുക്കുന്നവർ. മക്കൾ ഇങ്ങനെ അല്ലാണ്ട് നേരം എല്ലാം കണ്ട് എല്ലാവരും മേരെ നടക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പിന്നെ മക്കളെങ്ങനെ നടക്കുള്ളൂ? കാരണം ഈ ഞണ്ട് കിടക്കുന്നത് എങ്ങനെയാണ്?
ഞണ്ട് ഇങ്ങോട്ട് നടന്നിട്ട് പിള്ളേരോട് നേരെ നടക്കാൻ പറയാൻ പിള്ളേർ നടക്കില്ല. അപ്പം നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പിള്ളേരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുക. അവർ നമ്മളല്ലേ അനുഗമിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് കാണിച്ചതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റം വരേണ്ടത് നമ്മളുടെ ഹൃദയത്തിലാണ്. സാമ്പത്തിക അത് വളരെ പ്രധാനപ്പെട്ട, കാരണം മണി കോമ്പീറ്റ്സ് വിത്ത് ഗോഡ്. പണം ദൈവവുമായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പണം ദൈവവുമായിട്ട് കർത്താവ് പറഞ്ഞില്ലല്ലോ. കർത്താവ് എന്താ പറഞ്ഞത്? ആർക്കും 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെയും, ശരിക്കും ദൈവത്തിനെതിരെ നിൽക്കുന്ന ആരാ? പിശാചല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ മാമോൻ എന്ന് പറഞ്ഞേ? പണമെന്ന് പറഞ്ഞേ. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത്, പിശാച് നേരിട്ട് വന്ന വിശ്വാസികൾ ആരും കീഴടങ്ങില്ല. പിശാചിനൊക്കെ നമുക്കറിയാം. പിശാച് ഇപ്പം നമ്മളോട് നേരിട്ടുള്ള കൊണ്ടുവരികയാണെങ്കിൽ വിശ്വാസികളെ വീഴിക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വീക്കായിട്ടുള്ള വിശ്വാസികൾ, ഒരുമാതിരി ആത്മീയരായിട്ടുള്ള അല്ലെങ്കിൽ വിവരമുള്ള വിശ്വാസികളെ വീഴിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. പിശാച് പണത്തിൽ കൂടിയാണ് വീഴിക്കുന്നത്. പിശാച് നമ്മളെ വീഴിക്കുന്നത്, കാരണം പിശാച് നേരിട്ട് വന്ന് വിജയിക്കാൻ വെളിച്ചദൂതൻ്റെ വേഷത്തിലൊക്കെ വരുമ്പോൾ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ഇതാണ്. അതുകൊണ്ടാണ് കർത്താവിടെ പിശാചിനെ, പണത്തെ അവിടെ അവതരിപ്പിക്കാനുള്ള കാരണം അതാണ്. അവൻ ഉപയോഗിക്കുന്ന പണത്തെയാണ്. അപ്പോൾ ഈ പണമെന്നുള്ളത് വളരെ നമ്മളുടെ ജീവിതത്തിൽ, അപ്പം നമ്മളുടെ ജീവിതത്തിൽ നാം ഗൗരവമായിട്ടൊരു ആത്മശോധന നടത്തി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നാം റെഡി ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും മാറ്റം നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. അതായത് എവിടെ നിങ്ങൾ വിശ്വാസികളെ കണ്ടാലും അവിടെയെല്ലാം പണവുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലെ വ്യത്യാസം വരുന്നതിന് പുതിയ നിയമത്തിൻ്റെ പ്രമാണമാണ്. അത് നടക്കാതെ നമ്മളിങ്ങനെ പിന്നെ പുതിയ വിശ്വാസികളായിട്ട് ജീവിക്കുക, നമുക്ക് അത് നടത്താതിരിക്കുകയും ചെയ്യുക. യാതൊരു മാറ്റവും വരുത്താതെ പുതിയ വിശ്വാസികളായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു. നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെക്കാട്ടിലൊക്കെ കൂടുതൽ ആ മേഖലയിൽ തയക്കവും പയക്കവും ഒക്കെ അല്ലേ, വടക്കൻ ഭാഷ തയക്കവും പയക്കവും നേടിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഈ മേഖല നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. കാരണം മണി കോമ്പീറ്റ്സ് ഫോർ ഗോഡ്സ് പ്ലേസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിന് പകരം നമുക്ക് കർത്താവ് അതാ പറഞ്ഞത്, അത് വാൺ ചെയ്യുന്നതാണ്. മാസ്റ്ററുടെ, നമ്മുടെ യജമാനൻ്റെ നിലയിലേക്ക് അദ്ദേഹം വരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പിന്നെ ഈ പണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ഒരു വിശ്വാസിയുടെ ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ, വിശ്വസ്തതയുടെ അളവുകോല് പണത്തോടുള്ള അവൻ്റെ സമീപനമാണെന്ന് ലൂക്കോസ് 16:10-11 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസ് 16:10-11 വാക്യങ്ങളിൽ പണത്തിൻ്റെ മേഖലയിലുള്ള ഫെയ്ത്ത്ഫുൾനെസ്, അത് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇടപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നമ്മളുടെ വിശ്വസ്തതയുടെ അളവുകോലാണ് എന്നാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താ വായിക്കുന്നത്? ലൂക്കോസ് 16:10-11 വായിച്ചു നോക്കാം നമുക്ക്. എന്താ അവിടെ വായിക്കുന്നത്? ഈ മേഖലകളിലെ വിജയം വളരെ പ്രധാനപ്പെട്ട, നമ്മളറിയാതെ നമ്മളെ വീഴിക്കാനായിട്ട് അതിന് സാധിക്കുന്നു. നമ്മൾ പലരും വീണാരാണ്. ഈ പറയുന്നത് ഞാനടക്കം നമ്മളെ തന്നെ നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കുക. കാരണം ഇത് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറയുന്നത് യഥാവിക്കുന്നത് ഇത് ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് മറ്റു കാര്യങ്ങൾ. ഈ മേഖലയിൽ നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചാണ് കർത്താവ് നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. നിത്യതയിൽ നിങ്ങളെ ഒന്നും ഏൽപ്പിക്കാൻ പോകുന്നില്ല. നിത്യതയിലെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതിന് ഇവിടുത്തെ ഈ മേഖലയിലെ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണം നിത്യതയിലെ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണവുമായിട്ട് നേരിട്ട് ബന്ധമാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനാണെന്നാണ് കർത്താവ് ആവട്ടെ നിങ്ങൾ. അതൊന്നും ആ ഉപമയൊന്നും പഠിപ്പിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പം അതായത് ഈ അനീതിയുള്ള മാമോൻ എന്ന് പറയും, ഇതിനെ കർത്താവ് പറഞ്ഞ് ഇത് അനീതിയുള്ള മാമോനാണ്, ഇറ്റ്സ് യൂസ്ലെസ് തിങ്. അല്ല എന്ന് പറഞ്ഞാൽ വലിയ കർത്താവ് തരുന്ന വലിയ കാര്യങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നത്തിങ്. അപ്പോൾ ഇതിൻ്റെ കൈകാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഈ യഥാർത്ഥത്തിലുള്ളത് ആരെ ഏൽപ്പിക്കുമെന്നാണ് ചോദിക്കുക. അതൊരു വലിയ ചോദ്യമായിട്ട് നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ തന്നെ വിളങ്ങേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞല്ലേ, നിൻ്റെ സമ്പാദ്യം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുമെന്നാണ്. നമ്മുടെ സമ്പാദ്യം ഉള്ളിടത്തായിരിക്കും നമ്മുടെ ഹൃദയം. ഇപ്പോൾ കർത്താവെന്ന ഹൃദയത്തിലുണ്ട്, വെറുതെ പറയുന്നതാണ്. കർത്താവും ഈ സാധനവുമായിട്ട് ഒരുമിച്ച് പോവുകയല്ല, നമ്മളതുണ്ടെന്ന് വിചാരിക്കുന്നേ ഉള്ളൂ. ഈ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന പരിപാടിയില്ല. വെളിച്ചം ഇരുട്ടിലോട് നമ്മൾ ഒരുമിച്ചിരിക്കുമോ? എങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ ഈ വെളിച്ചത്തെ ഇരുളിനെയും കൂടെ ഒരുമിച്ച് കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ കർത്താവ് പറഞ്ഞ ആ ഒരു തരത്തിലാണ് അതിനുള്ള സമീപനം. അത് വേണ്ടെന്നല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു മണിയെക്കുറിച്ച് എന്താ പറയുന്നത്? മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ വേഴ്സ് മാസ്റ്റർ എന്നാണ്.
അപ്പം മാസ്റ്റർക്ക് വേണ്ടിയുള്ള, അതായത് ധനമെന്ന് പറഞ്ഞാൽ നല്ല ഒരു ദാസനാണ്. എന്തെല്ലാം ഉപയോഗമാണ് അല്ലേ, എന്തെല്ലാം ഉപയോഗമാണ് പണം കൊണ്ട്. എന്നാൽ അത് യജമാനനായ ലോകത്തിലുള്ള എല്ലാ യുദ്ധങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ്. യുദ്ധങ്ങളുടെ കാരണം എന്താണ്? മലയാളത്തിലുണ്ടല്ലേ, 2 കാരണം മൂലം അല്ലേ കലഹം ഉണ്ടാകുന്ന. കനകം മൂലം, കാമിനി മൂലം. കനകം എന്ന് പറയുന്നത് പണമാണ്. പണത്തിന് വേണ്ടിയാണ് എല്ലാ പരിപാടികളും. അപ്പോൾ അത് ലൂക്കോസ് അല്ല ഈ തിമോത്തിയോസ് അതിൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയും, 1:6-10 പറയുന്നത് ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ഇതിനെ സ്നേഹിച്ചാൽ അത് നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാനായിട്ട്, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എത്ര വിശ്വാസികൾ അവിശ്വാസ ജീവിതമൊക്കെ തകർന്നു പോകുന്ന നമ്മൾ ഈ മേഖലയിലെ അവിശ്വസ്തത നിമിത്തം. അതുകൊണ്ട് ഈ മേഖലയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലായി. നമ്മൾ വേറെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ വേറെ ആരെക്കുറിച്ച്, ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. എന്നെ നോക്കിയിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച്, എന്നോടുമാണ് ഞാൻ ഈ പറയുന്നത്, വേറെ ആരെക്കുറിച്ചൊന്നുമല്ല. അങ്ങനെ നമുക്ക് സാധനം ക്ലാസ് കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ അല്ലേ? പണ്ട് ഫാസ്റ്റ് അവന് കൊള്ളാം, അവനല്ല നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഉഗാണ്ടയിലുള്ളവരോട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഉഗാണ്ടയിലുള്ള വിശ്വാസികളോട്, ഇവിടെയുള്ളവരോട് നിങ്ങളോട് തന്നെ പറയുന്നത്. ഇത് എന്നോടും നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. അല്ല, അപ്പോൾ നമ്മൾ ഈ മേഖലകളൊന്നും തിരുത്താനായിട്ട് നമുക്ക് തയ്യാറല്ലെങ്കിൽ നമ്മുടെ സഭകൾ നന്നാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പിന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൗതിക വസ്തുക്കളും കർത്താവുമായിട്ടുള്ളൊരു മത്സരത്തിൽ കർത്താവിനെ വിട്ട് ഭൗതിക വസ്തുക്കളിലേക്ക് തിരിയുന്നത് എത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക്, അപ്പം ഞാൻ പറയാനുള്ള സാമ്പത്തിക കാര്യങ്ങളുടെ ആമുഖമാണ് ഞാൻ പറഞ്ഞത്. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടനിലെ, നമ്മുടെ ഇന്ത്യയിലൊക്കെ വിക്ടോറിയ കാലഘട്ടം, അതാണ് പ്യൂരിറ്റൻസ്. വിശ്വാസികൾ മാത്രമൊക്കെ ബ്രിട്ടനിൽ. അപ്പോൾ അവരുടെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ പുവർ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ദരിദ്രനാണ്, നിങ്ങളൊരു വിശ്വാസി അല്ലെന്നാണ് പറയുന്നത്. നിങ്ങളൊരു ദരിദ്രനാണെങ്കിൽ നിങ്ങൾ വിശ്വാസി അല്ലെന്നാണ് പ്യൂരിറ്റൻ ഡോക്ടറിൻ. അവർ പറയുന്നത് നിങ്ങളൊരു അതിനെക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ ദരിദ്രരായിരിക്കുന്ന ആവശ്യം നിങ്ങളുടെ ഫിനാൻസ് മാനേജർ തെറ്റാണ്. വിശ്വാസി ദരിദ്രരായിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് സമ്പത്ത് വേണം. സമ്പത്ത് നിങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമാണ് ചോദിച്ചത്. നിങ്ങളുടെ കന്നുകാലി കെട്ടുന്ന, പശുവിനെ ഒട്ടകത്തെ കെട്ടുന്ന എവിടെയാ? ഇത് ഒട്ടകത്തിൻ്റെ കന്നാലി, ദേവാലയത്തിലല്ല ആടിനെ കെട്ടേണ്ടത്. കർത്താവ് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. പണപ്പെട്ടി കർത്താവ് എടുത്തു കളഞ്ഞു. അപ്പോൾ പണപ്പെട്ടിയോ ഈ ആടും മാടും ഒട്ടകവും ഒന്നും ഹൃദയത്തിനുള്ളിൽ. യോബിനെ പോലെ സമ്പന്നനാരാണുള്ളത്? അബ്രഹാമിനെ പോലെ. അബ്രഹാമിൻ്റെ പിന്നെ ലോത്തിൻ്റെ കൂടെ സമ്പത്ത് തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ അവർ ആ കമ്പനി രണ്ടാക്കിയത്. അംബാനി ആളുകൾ രണ്ടായതുപോലെ. സമ്പത്തല്ല ഞാൻ പറഞ്ഞത്, സമ്പത്തിനോടുള്ള സമീപനമാണ്. സമ്പത്തുണ്ടാക്കണം, അല്ലാതെ എങ്ങനെയാണ്? അമ്മത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സമ്പത്തുണ്ടാക്കാണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞത് നമുക്കതിനോടുള്ള മനോഭാവമാണ്. അതിനെ തൊടുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? അതിനെ തൊടുമ്പോൾ നമുക്ക് അതിനെ കർത്താവ് തൊടുമ്പോൾ നമുക്ക് വിഷമം തോന്നുക. അങ്ങനെയാണ് നമുക്ക് അതിനുള്ള ബന്ധം ശരിയല്ല. അതിനെ തൊട്ടാൽ, മകനെ തൊട്ടിട്ട് പോലും വിഷമം വന്നില്ല അബ്രഹാം. അതൊക്കെ അവരൊക്കെ അവരെല്ലാം നമ്മുടെ ഫാദർ എന്ന് പറയുന്നത്. അതായത് ഇതിനെ തൊട്ടാൽ നമ്മുടെ മനോഭാവം ഇതിനുമായിട്ടുള്ള ബന്ധത്തിൽ ചിരയൊക്കെ പിടിക്കല്ലേ? ചിര നമ്മളെ കഴിച്ചു കൊടുക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ കടിഞ്ഞാൻ ഇങ്ങോട്ട് പിടിക്കും. അപ്പോൾ മനോഭാവമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതാണ്, പണമല്ല. പണം വേണം, അതല്ലേ പറഞ്ഞത്. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ, അവർ പറഞ്ഞത് ശരിയാണെന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ. അവർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ വിശ്വാസി നമ്മൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ മാന്യമായിട്ട് ദൈവം ജോലി ചെയ്യുന്നു, നിങ്ങൾ മാന്യമായിട്ട് ചിലവഴിക്കുന്നു, നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ദരിദ്രരായിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അത് ആകുകയില്ല. കർത്താവ് എന്താ പറഞ്ഞത്? എനിക്ക് എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകണം, ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ആകാശത്തിന് കിളിവാതിൽ തുറക്കാം. നിനക്ക് കിളിവാതിൽ തുറക്കുന്നില്ലെങ്കിൽ അത് ദാറ്റ് ഇസ് യുവർ നിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അവർ പറഞ്ഞത്, പ്യൂരിറ്റൻസ് പറഞ്ഞത്. അതൊരു വാസ്തവമൊക്കെ ഇല്ലേ? ഉണ്ട്, ഒരു വാസ്തവമൊക്കെ ഉണ്ട് അവിടുന്ന്. മുഴുവൻ വാസ്തവമൊന്നും അല്ലെന്ന് നമുക്കറിയാം. ഇന്നത്തെ പോലെ ഇന്നത്തെ ഈ പറയുന്ന എന്താ, അതല്ല. അത് പിശാചിൻ്റെ ഡോക്ടറിനാണ്. അതല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ബൈബിളിൽ വെച്ചിട്ട് അവർ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് സ്പെസിഫിക്, അത് വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ദൈവം അനുവദിക്കുമെന്ന് നമുക്ക് പറയാം. നമുക്ക് ദരിദ്രനും ധനവാനും ഉണ്ടല്ലോ, ലാസറും ധനവാനും ദരിദ്രനുണ്ടല്ലോ. അതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നതല്ലാതെ എക്സെപ്ഷണൽ കേസുകളാണ് അവരതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അല്ലേന്ന് ചിന്തിക്കാനായിട്ട് നല്ല ന്യായം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതല്ല വിഷയം. അപ്പം നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാനൊരു സന്യാസം പഠിപ്പിക്കുകയല്ല ഇവിടുന്ന് ചെയ്ത്. ധനം നിങ്ങൾ കിട്ടുന്ന എല്ലാ ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കണം.
പക്ഷെ അത് എവിടെ സൂക്ഷിക്കുന്നു, അത് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് വിഷയം. പൗലോസ് കൂടെ കൊരിന്തിൽ പോയിട്ട് കൂടാരപ്പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മക്കെദോന്യയിൽ നിന്ന് തിത്തോസ് വന്നപ്പോൾ താനെ സുവിശേഷ ഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ടു. പൈസ വന്നു മക്കെദോന്യയിൽ നിന്ന്. കൊരിന്തിന് കൊടുക്കുകയില്ല. അവസാനം പറഞ്ഞു നിങ്ങൾ തരിക വേണ്ടെന്ന്. എന്തിനാ തരുന്നത്? എവിടെയാണ് അപ്പന് മക്കള് പണം കൊടുക്കുന്നത്? അപ്പന്മാരും മക്കൾക്ക് വേണ്ടിയാണ് ഛർദ്ദിക്കുന്നത്. നിങ്ങൾ തരിക വേണ്ട, തന്നിട്ട് വാങ്ങിക്കില്ലെന്ന് അവരോട് പറഞ്ഞാണ്, നിങ്ങൾ തന്നെ വാങ്ങിക്കില്ലെന്ന്. അവർ കൊടുക്കാത്തത് കൊണ്ടാണ് പണിയെടുക്കേണ്ടത്. മക്കെദോന്യയിൽ നിന്ന് തിത്തോസും ആരൊക്കെ വന്നത്? രണ്ടു അല്ലേ? ശീലാസം വന്നപ്പോൾ അവൻ ശുഷ്കാന്തി കൊണ്ട് സുവിശേഷ ഘോഷത്തിൽ ഉറച്ചത്. പൗലോസ് ജോലി ചെയ്തത് ഒന്നുകിൽ സഭകൾ പരാജയപ്പെട്ടപ്പോൾ, മിഷനിൽ ഇന്നത്തെ പോലെ നമ്മളെപ്പോലെ ഒരു പരാജയമായിട്ട് തീർന്നൊരു സഭയാണ് കൊരിന്തിലെ സഭ. അവർ പരാജയപ്പെട്ടപ്പോഴാണ് പൗലോസ് സുവിശേഷ ഘോഷണം നിർത്തിയത്, രണ്ടുകൂടി ചെയ്യേണ്ടി വന്നത്. പിന്നെ വർക്ക് ചെയ്തു, തെസ്സലോനിക്കയിൽ വർക്ക് ചെയ്തു. തെസ്സലോനിക്കയിൽ കർത്താവ് വരുന്നെന്നും പറഞ്ഞ് പണി നിർത്തിയിട്ടില്ലേ? മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ അപ്പോൾ അവരൊക്കെ പൗലോസ് മനസ്സിലായി ഇവരുടെ ഫിനാൻഷ്യൽ പോളിസി തെറ്റാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മാതൃകയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞില്ലേ. പിന്നെ എഫെസോസിലും അവർക്ക് ഈ കൈകൊണ്ട് അധ്വാനിച്ചെന്നാണ് പറഞ്ഞത്. എഫെസോസിലും അവർക്ക് സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുള്ളവർ, അധ്വാനിക്കാത്ത ആളുകളായിരുന്നു അവരൊക്കെ. അപ്പോൾ അവർക്ക് മാതൃകയാവാൻ വേണ്ടി തന്നെ അവിടെ ചെയ്തതാണ്. അല്ലാതെ ബൈബിളിലെ മിഷൻ എന്ന് പറഞ്ഞാൽ അത് സഭകൾ, അതിലെ ഫിലിപ്പിയരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ 2-3 തൊട്ട് അവരെ കവർന്നെന്നല്ലേ പറയുന്നത്. ഞാൻ മറ്റുള്ള സഭകളെ കവർന്ന് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്താ. ഫിലിപ്പിയരെ നിങ്ങൾ എനിക്ക് അയച്ചു തന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട്. സഭകളാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പൗലോസ് അങ്ങനെ ചെയ്തത് 3 സ്ഥലത്ത് ചെയ്ത് 3 പ്രത്യേക ഉദ്ദേശത്തോടെ. എഫെസോസിലും തെസ്സലോനിക്കയിലും ചെയ്തത് അവർ ജോലി ചെയ്യാതെ അലസന്മാരായിരുന്നുകൊണ്ടാണ്, നിങ്ങൾക്ക് മാതൃകയ്ക്ക് വേണ്ടി ചെയ്തെന്നാണ് പറഞ്ഞത്. കൊരിന്തിൽ ചെയ്തത് അവർ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവർ വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുമല്ലോ, ഇനി തന്നാലും വേണ്ടാന്ന് പറയത്തക്ക രീതിയിലേക്ക് അങ്ങ് അല്ലാത്ത രീതിയിൽ അവർ എന്തൊക്കെയോ ഹരാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ 3 സ്ഥലത്ത് ചെയ്തല്ലാതെ അങ്ങനെയല്ല. അതിൻ്റെ അതല്ല. കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനുശേഷം തുടർന്ന് നമുക്ക് എങ്ങനെയാണ് സഭയിൽ നമുക്കിവിടെ നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇപ്പം നമുക്ക് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നിങ്ങളൊക്കെ അങ്ങനെ ഒരു ലെവലിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് എനിക്ക് നമ്മളങ്ങനെ ഈ കാര്യങ്ങൾ സഭയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് സാമ്പത്തിക മേഖല. അല്ലാണ്ട് ക്ലാസ്സുകളൊക്കെ കമ്മീഷൻ പോലെ കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ, എത്ര പ്രാവശ്യം കൊടുക്കണമെന്ന് കേട്ടിട്ടുള്ളതാണല്ലോ. അത് പറയാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളെ നമുക്കതിന് ഉത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, ഈ മേഖലകൾ നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ഈ സഭയിടയ്ക്ക് കൊടുക്കുന്ന ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ MNC കേട്ടിട്ടുണ്ടോ? MNCസിലാണ് നമ്മുടെ പല മക്കളും ജോലി ചെയ്യുന്നത്. MNCs എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. MNCs ആണ്. നമ്മുടെ പിള്ളേരൊക്കെ വർക്ക് ചെയ്യുന്നത് MNCസിലാണ്. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ, അതായത് രാജ്യങ്ങളുടെ പരിധികളില്ലാതെ ലോകത്തിലെമ്പാടും അതിൻ്റെ സ്ഥാപനങ്ങളും ബ്രാഞ്ചുകളും പ്രവർത്തനങ്ങളുമുള്ള വലിയ കമ്പനികളെ നമ്മൾ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് MNCs അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചേക്കും, ലോകത്തിലെ ഏറ്റവും വലിയ MNC ഏതെന്ന് അറിയാം? ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഏതാണ്? പറയാമല്ലോ, പണ്ടൊക്കെയാണ് ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുക. അതേപോലെ ഏതാണ് ഇപ്പോഴത്തെ ഇപ്പം മാറിയല്ലോ അല്ലേ? ഞാനൊക്കെ പഠിച്ചപ്പോൾ ആ ടൈപ്പായി ജനറൽ മോട്ടോഴ്സ് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു പാപ്പരായി കിടക്കില്ലേ? അപ്പോൾ നമ്മൾ ധാരാളം മറുപടി പറഞ്ഞു. എന്നാൽ അതൊന്നും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ MNC സഭയാണ്. കർത്താവിൻ്റെ സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ MNC, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നല്ല സെൻസിൽ പറഞ്ഞാൽ സഭ കോർപ്പറേഷൻ ഒരു കമ്പനിയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സർവ്വ രാജ്യങ്ങളിലും എല്ലാ ജനതകളിലും ബ്രാഞ്ചുകളുള്ള പ്രവർത്തനമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്. അപ്പം നമ്മൾ ഏറ്റവും വലിയ ഇതുപോലെ പ്രസ്ഥാനമില്ല. എല്ലാ കോണ്ടിനെൻസിലും എല്ലാ ജാതികളെയും റീച്ച് ചെയ്യാനായിട്ട്, അവസാനം വരെയും റീച്ച് ചെയ്യാനായിട്ട് ഇത്രത്തോളം വലിയ ടാസ്ക് ഉള്ള വേറൊരു പ്രസ്ഥാനം ലോകത്തിൽ ഇല്ല. അത് സഭയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ വിഷയം. അപ്പോൾ ഞാൻ ഈ പല MNCs ഞങ്ങളത് പഠിച്ചപ്പോൾ അന്നത്തെ കാലത്ത് അപ്പോൾ അവർക്ക്
പലർക്കും പല ഈവൻ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാളൊക്കെ വലിയ പല ചെറിയ രാജ്യങ്ങളല്ല വെച്ചാൽ ഇന്ത്യയൊക്കെ പോലുള്ള വലിയ ഗവൺമെൻറ്റുകളുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് ടേൺ ഓവറിനെക്കാട്ടിലും ബഡ്ജറ്റിനെക്കാട്ടിലും കൂടി വലിയ ബഡ്ജറ്റും ടേൺ ഓവറുമാണ് ഈ ഓരോ മൾട്ടിനാഷണൽസിനുള്ളത്. പണമിടപാടാണ് അവർക്കുള്ളത്. ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിനെ കവിക്കുന്ന രീതിയിൽ ഉള്ള ടേൺ ഓവറുകളുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് MNCസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാനീ പറഞ്ഞ ഈ MNCയുടെ ടേൺ ഓവർ എത്രയായിരിക്കണം? ലോകത്തിലെ ഏറ്റവും വലിയ ടേൺ ഓവർ ആയിരിക്കണം അതിനൊരു വർഷം ഉണ്ടാകേണ്ടത്, അല്ലേ? അങ്ങനെയാണ് സപ്പോസ്. കാരണം അത്രയും വലിയ ടാസ്ക്കാണ് അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വലിയ ടാസ്ക്കാണ്. എല്ലായിടത്തും അതിന് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം എന്നാൽ അത്ര ഒരു വലിയ ഗൗരവമാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സ് ഏതാണ്? ഈ ഞാൻ ഈ പറഞ്ഞ നമ്മൾ അംഗമായിരിക്കുന്ന ഈ MNC എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഈ മൾട്ടിനാഷണൽ ദൈവം തുടങ്ങിയ ഈ മൾട്ടിനാഷണൽ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമോ? അതൊരു ലോക്കൽ ചർച്ച. അതതിൻ്റെ സാമ്പത്തിക ഉറവിടം. അപ്പോൾ ഒരു സഭയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് അറിയാമോ? ഈ സോഴ്സ് വെച്ചിരിക്കുന്ന എവിടെയാണ്? ദൈവം ഒരു വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി സോഴ്സ് ഒരു സഭയിലാണ് വെച്ചതെങ്കിൽ ആ സോഴ്സൊന്നും അത്ര ചെറിയ സോഴ്സ്. അതുകൊണ്ടാണ് പിന്നെ അവർ പറഞ്ഞത്, പ്യൂരിറ്റൻസ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് വിശ്വാസം പുതിയ മനസ്സിലായിട്ടില്ലെന്ന് അവർ പറയാൻ കാരണം ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം അറിയണം. ഇതിനകത്ത് അത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫിനാൻസ് സോഴ്സ് എവിടെയാണ്? അപ്പോൾ ഇതിൻ്റെ ഉറവ നിങ്ങൾ തെളിക്കാൻ പഠിച്ചാൽ, ഇത് ഭയങ്കരമായിട്ട് വെള്ളം ചീറ്റുന്ന ഒരു കിണറാണ് എന്നുള്ള കാര്യം ലോജിക്കലായിട്ട് പറയാൻ സാധിക്കും. അല്ലാതെ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു സഭയെന്ന് പറഞ്ഞ സഭയ്ക്ക് ധാരാളം ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്. സോഴ്സ് ഞാൻ പറഞ്ഞു തദ്ദേശ സഭയാണ്. നിങ്ങൾക്കൊരു സംശയമുണ്ടോ? അതിനകത്ത് കാര്യത്തിലുള്ള സംശയമുണ്ടോ? ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ സോഴ്സ് എവിടെയാണ്? ഇത് ഒരു ലോക്കൽ ചർച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ആ 10-15 പേര് ഞങ്ങളെന്ത് കൊടുക്കുക? ഞങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് അതിൻ്റെ ആൾ, ഞാനാണ് അതിൻ്റെ ആൾ, നമ്മളാണ് അതിൻ്റെ ആൾ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചല്ല നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ സഭയ്ക്ക് അതിനെക്കുറിച്ച് ഈ സഭയ്ക്ക് ഒരു തദ്ദേശീയ സഭയ്ക്ക് അതിൻ്റെ ചെലവുകളുടെ മേഖലയാണ് 3 മേഖലകളാണ് നമ്മളുടെ ഒരു സഭയ്ക്ക് ചെലവ് മേഖലകളുള്ളത്. നിങ്ങൾ നോട്ട്സ് എഴുതുന്നവരാണ് എഴുതി വെച്ചുകൊള്ളുക. ഒരു തദ്ദേശീയ സഭയ്ക്ക് 3 മേഖലകളിലാണ് ചെലവുകളുള്ളത്. ഈ മേഖലകളിലെ ചെലവുകൾക്കാണ് നിങ്ങൾ ഫിനാൻസ് കണ്ടെത്തേണ്ടത്. 3 മേഖലകളിലാണ് അതിന് ചിലവുള്ളത്. ബൈബിൾ പഠിച്ചാൽ ഇങ്ങനെ 3 മേഖലകളിൽ അതിന് ചിലവുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് ഞാൻ പറഞ്ഞ മിഷൻ എന്ന് പറയാൻ മനസ്സിലായോ? എന്താണ്? ലോക സുവിശേഷ വൽക്കരണം. സുശേഷീകരണം അല്ലെന്നറിയാം അല്ലേ? സുശേഷീകരണവും സുശേഷവൽക്കരണവും വ്യത്യാസമാണ്, അറിയാം? സുശേഷീകരണം എന്ന് പറഞ്ഞാൽ സുശേഷം ആക്കുക എന്നാണ്. കരിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന് അത് മറ്റേത് ആക്കുക എന്നുള്ളത് സുശേഷവൽക്കരണമാണ്. അപ്പോൾ സുവിശേഷവൽക്കരണം അതാ മിഷൻ. 2 ദരിദ്രർക്ക് കൊടുക്കുക. അതാണ് സഭയുടെ കൺസേൺ. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ലോജിക്കലി ആണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ വാക്യങ്ങൾ സഭയുടെ മീറ്റിങ്ങിന് സഭയുടെ ചിലവുകൾ. ഒരു ചർച്ചിൻ്റെ മീറ്റിങ്ങിനുള്ള ചിലവുകളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ പല ബില്ലുകളെക്കുറിച്ചൊക്കെ ഈ ബില്ല്, ആ ബില്ല്, ഈ വാടക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ സഭയുടെ ഇങ്ങനെ 3 മേഖലകളിലാണ് നമുക്ക് ഒരു സഭയിലെ ചിലവുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ചിലവും ഏറ്റവും വലിയ ഉത്തരവാദിത്വവുമായ മഹാനിയോഗത്തിൻ്റെ നടത്തിപ്പിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് ഒന്നാമതായിട്ട് ഇപ്പം നമ്മൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ, നിങ്ങൾ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള സപ്പോസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് 3 മേഖലകളാണ് ബൈബിളിൽ. ഇനി കൂടുതലായാലും കണ്ടിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾക്ക് പറയാം. ബൈബിളിൽ പൊതുവേ ഇങ്ങനെ 3 മേഖലകളിലാണ് സഭയ്ക്ക് കൊടുക്കാൻ. അതൊക്കെയാണ് മിഷൻ, ദരിദ്രർ, സഭയുടെ അനുദിന ചെലവുകൾ. വേറെ ഇതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ശരി. അപ്പം മഹാനിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 18,
19, 20 എന്താ പറഞ്ഞത്? ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും മത്തായി എന്താ പറഞ്ഞേ? സോറി മത്തായി മത്തായി 28. നിങ്ങൾക്ക് ബൈഹാർട്ട് അറിയാലോ, പറയാലോ. ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുണ്ട് എന്ന് അരുളിച്ചു. ഇതാണ് മഹാനിയോഗം. അതാണ് ലോകത്തിലുള്ള എല്ലാ ജനതകളുടെയും. ഇതെങ്ങനെയാണ് സഭ നടപ്പാക്കിയതിന് നിങ്ങൾക്കറിയാം? എങ്ങനെയാണ് സഭ നടപ്പാക്കിയത്? 1-ാം നൂറ്റാണ്ടിലൊക്കെ സഭ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അത് നടപ്പാക്കിയതിനെ കുറിച്ചുള്ള ഒരു വലിയ ഉദാഹരണം നമുക്ക് ബൈബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കുള്ള പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ ഇഷ്ടമില്ലാത്ത ആളുകൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യും. ഇത് അപ്പോസ്തല പ്രവൃത്തി വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന എവിടെ 11-ാം അധ്യായമാണ്. നിങ്ങളൊരു അപ്പോയിൻമെൻറ്റേ ഇല്ലെന്നുള്ള കാര്യത്തിൽ അത് ആ അധ്യായമേ സ്കിപ്പ് ചെയ്ത് പോകും. അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായമാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അന്ത്യോക്യയിൽ നിന്ന് അവരാണ് യഥാർത്ഥത്തിൽ ഈ മഹാനിയോഗം നടപ്പിലാക്കിയ ആൾ അല്ലേ? ശരി. ഈ അന്ത്യോക്യ സഭയിൽ എത്ര ആളുണ്ട്? അന്ത്യോക്യ സഭയിൽ നേതൃത്വത്തിൽ തന്നെ എത്ര പേരുണ്ട്? അന്ത്യോക്യ സഭയുടെ നേതൃത്വത്തിൽ 5 പേരുണ്ട് അല്ലേ? അന്ത്യോക്യ സഭയിൽ എത്ര അംഗങ്ങളുണ്ടാവും? ഒരു 100 ഞാനിപ്പോൾ ലോക്കൽ ചർച്ചകളൊക്കെ ആയിട്ട് ആഴ്ത്തിരിക്കലാണല്ലോ. അവരൊക്കെ ചെറുതായി ഇപ്പം 100 എന്തായാലും ഉണ്ട് അല്ലേ? എനിവേ അല്ല, ഏറ്റവും കുറഞ്ഞത് 100 ഞാൻ വിചാരിച്ചു. ഇനി ഇപ്പം 2000, 3000 ഒക്കെ വേണമെങ്കിൽ ആയിരിക്കാം, നമുക്കറിയത്തില്ല. അവരിങ്ങനെ പല മീറ്റിങ്ങുകളാണ് യെരുശലേമിൽ നടത്തിയത്. ഒരേ സഭ തന്നെ പല മീറ്റിങ്ങുകൾ നടത്തി. അങ്ങനെയൊക്കെ നടത്തിയോ നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഒത്തിരി വരാം, 5000, 6000 ഒക്കെ. 100 കുറയല്ലോ അല്ലേ? എന്നിട്ട് എത്ര പേരെ മഹാനിയോഗത്തിന് പോയത്? ഇല്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ? 11-ാം അധ്യായം പരിചയമുള്ളതല്ലേ? നമ്മളിതൊക്കെ വായിക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഇതിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. 11-ാം അധ്യായത്തിൽ ആരൊക്കെ വിട്ടത്? ബർണബാസിനെയും പൗലോസിനെയും. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? 100 പേർ. നിങ്ങൾ പറഞ്ഞ ഏറ്റവും ചെറിയ സംഖ്യ. നിങ്ങൾ 4000 ഒക്കെ നിങ്ങൾ പറഞ്ഞ അതൊക്കെ ഉണ്ട്. ഞാൻ അവസാന സംഖ്യ 100 എടുത്തുള്ളൂ. ആ 100-ൽ എത്ര പേര് പോയി? 2 പേര്. ബാക്കി എത്ര പേരുണ്ട്? ഇവരുടെ പണി എന്താണ്? ഇവരെന്താ ലോകവിശേഷീകരണം നടത്താത്ത ആളുകളാ? അവർ ലോകവിശേഷീകരണം നടത്തുകയാണ്. അവരെന്ത് ചെയ്യുന്നത്? അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? ബാക്കപ്പ് മിനിസ്ട്രി എന്ന് പറയും. 98 പേരുടെ ബാക്കപ്പ് മിനിസ്ട്രി 2 പേരേ പോയുള്ളൂ. 2 പേര് പോയാൽ മതി ഒരു ലോക്കൽ ചർച്ചിൽ നിന്ന്. പിന്നെ നമ്മളാണ് തിമോത്തിയോസിനെ അല്ലേ, ത്രോവസിൽ നിന്ന് ലൂക്കോസ് പോകുന്നു. അങ്ങനെ ഓരോ സഭകളിൽ നിന്നും അങ്ങനെ ഈ ടീമിലേക്ക് ആൾ പോവാണ്. ഒരാൾ 2 ആളൊക്കെയാണ് പോകുന്നത്. 100, 200, 300 ആൾ. അപ്പോൾ ഈ മിനിസ്ട്രിക്കാണ് എന്ത് പറയുന്നത്? നിങ്ങൾ എന്തിനാ അവർ 98 പേര് അവിടെ ഇരുന്നത്? അവർക്ക് എല്ലാ ഗുണം പോകാൻ വരുന്നത് എല്ലാവരോടും പറഞ്ഞില്ലേ? ആകയാൽ നിങ്ങൾ പുറപ്പെടാൻ പറഞ്ഞ ആരോട് പുറപ്പെടാൻ പറഞ്ഞത്? ലോകാവസാനത്തോട് കൂടിയിരിക്കാന്ന് പറഞ്ഞാൽ 12 പേരോട് പറഞ്ഞാണോ? 12 പേർക്ക് ലോകാവസാനം വരെ പോകാൻ പറ്റില്ല. കാരണം പത്രോസിനോട് പറഞ്ഞല്ലോ, നിന്നെ കൈ കെട്ടി നിന്നെ എന്താ ചെയ്യുമെന്ന് പറഞ്ഞത്? കൊന്നുകളയെന്ന് പറഞ്ഞില്ലായിരുന്നോ? പത്രോസിനോട് അറ്റ്ലീസ്റ്റ് അതേലും പറഞ്ഞല്ലോ. അപ്പോൾ പത്രോസിനെ കൂടെ നടക്കുകയെന്നറിയാം. അവർ ലോകാവസാനം മുഴുവൻ ജീവിച്ചിരിക്കുന്നല്ല. നിങ്ങളെന്ന് പറയുമ്പോൾ പറഞ്ഞ ഉദ്ദേശം ആരാണ്? നിങ്ങൾ മീൻസ് യു. കേട്ടിട്ടില്ലേ? നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നീ പുറപ്പെടാനാണ് പറഞ്ഞത്. കേട്ടിട്ടില്ലേ? അവരൊക്കെ പുറപ്പെട്ട ആളുകളാണ്. ആ 100 ആളും പുറപ്പെട്ടു. ആ 100 ആളും പുറപ്പെട്ട ആളുകളാണ്. 2 പേര് ആക്ച്വലി പോയെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരും പുറപ്പെട്ടവരാണ്. അവരുടെ മിനിസ്ട്രിക്കാണ് നമ്മളെന്ത് പറയുന്നത്? അതിൻ്റെ മിനിസ്ട്രിയാണ് ബാക്കപ്പ് മിനിസ്ട്രി. എന്താ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു മിനിസ്ട്രി നിങ്ങൾ 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ബാക്ക് മിനിസ്ട്രി ഇല്ലെങ്കിൽ ഒരു യുദ്ധം വിജയിക്കല്ലോ കേട്ടോ. നമുക്ക് 1 ശമൂവേലിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ അവസാനത്തെ അധ്യായമാണല്ലോ 30-ാം അധ്യായം. അവിടെ നിങ്ങൾക്കറിയാമല്ലോ സംഭവിച്ചത്. 2 ശമൂവേലിലേക്ക് വരുമ്പോൾ രാജാവാകുകയാണ് ദാവീദ്. ഒന്നിൽ ഓട്ടമാണ്. ഓട്ടത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഒരു യുദ്ധം, അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു യുദ്ധം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 1 ശമൂവേൽ 30 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 9 അല്ല, അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ 10-ാം വാക്യം. 400 പേര് 600 പേര് പുറപ്പെട്ടു, 400 പേര് അവിടെ ഇരുന്നു. ദാവീദ് 400 പേരും മുന്നോട്ട് പോയി, 200 പേര്
അവിടെ ഇരുന്നു. തുടർന്ന് നമ്മൾ ബാക്കി ഒത്തിരി വേറെ ആളുകളുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ കാണുന്നത് എന്താ വായിക്കുന്നത്, അതിൻ്റെ 23, 25 വരെ സൗരമായിരുന്നു വായിക്കാമോ? ഇപ്പോൾ അധ്യായത്തിന് അത് പിന്നീട് ആവശ്യമുണ്ട്, നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 30-23 മുതൽ 25 വരെ. ഇസ്രായേൽ നിയമസഭയിൽ എന്താ പറഞ്ഞത്, യുദ്ധത്തിന് പോകുന്നവരും സാമാനങ്ങളുടെ അരികിൽ താമസിക്കുന്ന ആൾ. അപ്പോൾ ഈ സാമാനങ്ങളുടെ അരികിൽ ആളില്ലെങ്കിലോ, എല്ലാവരോടും യുദ്ധത്തിന് പോയാലോ, വേറെ ആളുകളൊന്നും ഓടിച്ചിട്ടുണ്ട്. ഇവിടെ ആൾ വേണം. അതിന് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു യുദ്ധമാകുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവർക്ക് സപ്പോർട്ട് ചെയ്യണം. രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ്, രാജ്യത്ത് നമുക്കറിയാം ഈ ഇൻഫൻട്രി മാത്രമേ മുന്നോട്ട് പോകും, ആർട്ടിലറിയും ഇൻഫൻട്രിയെ മുന്നോട്ട് പോകുള്ളൂ. ബാക്കി പിന്നെ ഏതാണ് സപ്ലൈ കോറ്, കമ്മ്യൂണിക്കേഷന്, അങ്ങനെ ഓർഡിനൻസ് എല്ലാം ബാക്കിലാണ്. മുന്നിലുള്ള കുറച്ചാളേ ഉള്ളൂ, ബാക്കി മുഴുവൻ ബാക്കിലാണ് കിടക്കുന്നത്. അത് 2 പേര് ഇവിടെ നിന്നിട്ട് ബാക്കി 98 ആളുകൾ ബാക്കിൽ നിൽക്കുകയാണ്. അത്രത്തോളം വലിയ ബാക്കപ്പ് മിനിസ്ട്രി ഉണ്ടെങ്കിലേ ഈ ഗ്രേറ്റ് കമ്മീഷൻ നടക്കില്ല. ഇവരെല്ലാം ഗ്രേറ്റ് കമ്മീഷനിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെല്ലാം ഗ്രേറ്റ് കമ്മീഷൻ ചെയ്യുന്ന ആളുകളാണ്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്? എന്ത് ബാക്കപ്പ് മിനിസ്ട്രിയാണ് ഈ വിട്ട 2 പേർക്ക് വേണ്ടി ചെയ്യേണ്ടത്? അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്, അവർക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്, അവർക്ക് ഫിനാൻഷ്യൽ ലീഡറെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ ഫിനാൻസ് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ നിൽക്കുന്നത് കുറച്ചും കൂടെ ബോണ്ടയും പൊറോട്ടയൊക്കെ തിന്നാൻ വേണ്ടിയാണോ? അവിടെ പോയാൽ പൊറോട്ടയൊന്നും പ്രത്യേകിച്ച് കിട്ടുകയല്ല കേരളീയരുടെ, അല്ലേ? മിഷനൊക്കെ പോയാലേ. അപ്പം നമ്മളിവിടെ ബാക്കിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ്, ആണോ? ബോണ്ടയും പൊറോട്ടയൊക്കെ തിന്നാൻ വേണ്ടിയാണോ? അതൊന്നും കുഴപ്പമില്ല, അതിനുവേണ്ടി തന്നെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. നിങ്ങളുടെ പോയ ആളുകളുടെ ബാക്കപ്പ് മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ദൈവം വിളിച്ചിട്ടുള്ള ആളുകൾ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഗ്രേറ്റ് കമ്മീഷൻ ഒരു ബാക്കപ്പ് മിനിസ്ട്രി ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ സഭയിൽ നമ്മൾ നമ്മുടെ സഭയിലായിരിക്കുന്നത് നമ്മൾക്ക് വലിയൊരു ശുശ്രൂഷയുടെ നമുക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.